ആറ് പ്രാവശ്യം ഇന്ത്യന്ന് അവസരം ലഭിച്ച ഏക വ്യക്തിയാരാ? അതിപ്പോ മുമ്പ് തോറ്റിയാണ് പോയതല്ലേ? അവരുടെ ഇല്ല അത് ഞാൻ എന്റെ കൂടും. പാലക്കാട് ഞാൻ ആലപ്പുഴ എവിടെയൊക്കെ കുഞ്ഞാലിക്കുട്ടി നിങ്ങൾ അതിർത്തിയിലായിട്ട് വലിയ ചേമ്പ കുഞ്ഞാലിക്കുട്ടി ആദ്യമൊക്കെയായിരുന്നു. മലപ്പുറത്തുള്ള കുഞ്ഞാലിക്കുട്ടി ലക്കിടിയല്ലേ? എന്ത് കുഞ്ഞാലിക്കുട്ടി അവസാനം വരുമ്പോ ഛർദിക്കാൻ തന്നെ. കുഞ്ഞാലിക്കുട്ടി ഇവിടെ ചെയ്ത തെറ്റെന്താ? കുഞ്ഞാലിക്കുട്ടി കേരളത്തില് കമ്പ്യൂട്ടർ പരിഷ്കരിച്ചു, അതാണ് കുഞ്ഞാലിക്കുട്ടി ഇവിടെ വെച്ച് കേരളീയ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു, അതാണ് കുഞ്ഞാലിക്കുട്ടി ഇവിടെ വെച്ച്. അല്ല കമ്പ്യൂട്ടർ വന്നാൽ പണി പോകുന്ന പറഞ്ഞ ആരാ? മാർക്സിസ്റ്റ് പാർട്ടിയാണ്. നമ്മുടെ ടാക്ടർ വന്നപ്പോ സമരം ചെയ്ത ആരാ? നിങ്ങളാ. ഇവിടെ കറണ്ട് വന്നപ്പോ ഇങ്ങനെ കത്തുന്ന ബൾബ് നമുക്ക് വേണ്ടാന്ന് സമരം ചെയ്ത ആരാ? നിങ്ങളാ. ഞങ്ങളെ സമരം ചെയ്തില്ല. ഞങ്ങളെന്ന് പറഞ്ഞേ കാലം മാറുന്നതനുസരിച്ച് കുറച്ച് കോലം മാറുന്നില്ല, ഫുള്ളായിട്ട് മാറിയില്ലെങ്കിലും. ഇപ്പൊ എവിടെ അന്നോടെ കിട്ടോ? ഞാനവിടെ കാണിച്ചാ അതല്ല കാലം പുരോഗമിച്ചു. അതിനൊക്കെ മെഷീനുകൾ വന്നു. ഏത് വോട്ടിന്? കുഞ്ഞാലിക്കുട്ടി ഇവിടെ മാളികക്കല്ല് 38,000 വോട്ടിനങ്ങനെ ജയിച്ചത്. ഇപ്പോഴല്ലേ പറഞ്ഞത് ഈ സംഭവം നടന്നില്ല. ഈ പെണ്ണിനെ ഫസ്റ്റ് പാണക്കാട് കുടുംബത്തിന് ലീഗിൽ തമ്മിൽ കഷ്ടം ഉണ്ടാക്കാൻ നോക്കി. രണ്ടാമത് നിങ്ങളെ പഞ്ചായത്ത് ആരും കാക്ക പഞ്ചായത്ത് വേണ്ടി 10 ലക്ഷത്തിന്റെ വരുമാനം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള പഞ്ചായത്ത് പഞ്ചായത്തിലോ അവിടെ ആകെ കച്ചറസാനം എടുക്കുന്ന ആൾക്കാരാ. നാട്ടിൽ വരാതെ ഭാഗ്യമില്ല. എന്തായാലും സത്യം പറയാലോ, കാര്യം പറയാം. അത് എന്തായാലും മുണ്ടെടുത്തിട്ട് ധൈര്യത്തിൽ മുണ്ടെടുത്തിട്ട് ധൈര്യത്തിൽ നടന്നു പോകാൻ പറ്റാത്ത സ്ഥലം ബാൻഡ് ഉപയോഗിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ സൗകര്യം അവിടെ സത്യം പറയാം. പിന്നെ ഞാൻ ഇപ്പൊ പറയാം, ഇന്ത്യയിൽ ഇപ്പോ 122 കോടി ജനങ്ങളുണ്ട്. 110 കോടിയല്ല. ഈ 12 കോടി ജനങ്ങളെ കുറയ്ക്കണം. കാരണം ഇന്ത്യ കൈ പോയി കുറഞ്ഞ ഈ ഇന്ത്യക്കാരനാണില്ല. വിദ്യാഭ്യാസം കൊണ്ടുവന്ന് എന്ത് വിദ്യാഭ്യാസം ഈ സാധുമാരാണോ? വിദ്യാഭ്യാസം കേരളത്തിൽ വിദ്യാഭ്യാസത്തിൽ മുസ്ലിം ലീഗ് തമിഴ്നാട് വന്ന വഴി വെല്ലുമ്പോ കാലത്ത് കൊടുത്തുണ്ടാക്കിയ വണ്ടി മറ്റേ വ്യത്യാസം 4 തെങ്ങ് കൊടുത്ത വണ്ടി അവിടെ കറക്റ്റ് അപ്പുറത്തും ഇപ്പുറത്തും 2 വിഭാഗക്കാരും വണ്ടി അപ്പുറത്ത് കൊണ്ടും കഴിച്ച് അതവിടെ നിർത്തിയിരുന്നു. ഏറ്റവും കൂടുതൽ ഇവിടെയാണോ? ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ മലപ്പുറയിലാണോ? അവിടെ സൗദി അറേബ്യയിലൂടെ ലീഗ്
അങ്ങനെയല്ല കാലല്ലേ ഇത് രണ്ട് ഭാഗം മാത്രം ഏറ്റവും കൂടുതൽ കള്ളൊക്കെ വെക്കണ എവിടെയെന്ന് ചോദിച്ചു നോക്കി. ചാലക്കുടിയില് നിങ്ങളവിടെയും ചാലക്കുടിയില് ചാലക്കുടി തൃശ്ശൂർ ജില്ല ചാലക്കുടി ഒന്നാം സ്ഥാനം. വരുമാന സ്രോതസ് എന്താണ്? കള്ളാണ്. ഞങ്ങൾ അഭിമാനിക്കുന്നു. പെണ്ണിന് കുറച്ച് കൂട്ടി കൊടുത്തിട്ട് പറയും ഇത് വരുമാനം കേരളത്തിൽ വരുമാനം ഉണ്ടാക്കുക പറഞ്ഞിട്ട് അതിനും കുടിക്കും. ഓരോ കള്ളും കുടിച്ചിട്ട് കള്ളന്മാര് കംപ്ലീറ്റും സ്വീകരി കള്ളന്മാരാണ്. ഒന്നും പറയണ്ട സ്വീകരണം വരെ കള്ളന്മാരാ. തീവ്രവാദിയാണ്. അസ്ലാമിനൊക്കെ അല്ല ഒരു കാര്യം പറയട്ടെ, അസ്ലാം പറഞ്ഞത് മറ്റേ കേരളത്തിലെ മുസ്ലിങ്ങള് പെണ്ണുങ്ങളെ വളച്ചെടുക്കുകയാണ്, മുസ്ലിം ചെറുപ്പക്കാർ ഹിന്ദു പെണ്ണുങ്ങളെ വളച്ചെടുക്കുകയാണ്. ഹിന്ദു പെണ്ണുങ്ങളെ വളച്ചെടുത്ത ആളത്തിന് പറയുന്ന അതേ ആൾക്കാർ അസ്ലാം എന്ന് പറഞ്ഞാൽ അതിനെ പറ്റി എനിക്ക് അറിയുന്നത്. ഹിന്ദു പെണ്ണുങ്ങളെ വളച്ചെടുത്തു എന്നിട്ട് അവരുടെ ഗർഭവാദത്തിൽ ഉണ്ടാക്കി അങ്ങനെയാണ് അസ്ലാം എന്ന് പറഞ്ഞു. എന്നിട്ട് മുസ്ലിങ്ങളുടെ ജനസംഖ്യ മൂപ്പര് തീവ്രവാദിന് കേരളത്തില് വർഗീയവാദികളുടെ നേതാവാണ്. ലീഗുകാരൻ നയം അവർ കുറിച്ച് പറഞ്ഞു മാത്രമേ ലീഗിന്റെ നയം പറയുന്നത് ലീഗാണ്. അല്ല അച്ഛനാണ് ഒന്നാകെ വന്നത് പരിപാടി. ലീഗിന്റെ നയം ഏത് കാര്യത്തിനും എതിർത്തിട്ടുള്ളൂ പറ്റാത്തതിന് കഞ്ഞി വെച്ചു കൊടുക്കാൻ അതിനറിയാം എതിർക്കും. ലീഗിന്റെ അല്ല അല്ല ലോഡിങ്ങേരെ കൊടുത്തേ യൂണിയൻകാര് അംഗനവാടിയിൽ കുട്ടികൾക്ക് പാലും കുട്ടിക്ക് പാലും കൊടുക്കരുത് കുട്ടികൾ കഞ്ഞിക്കോട് പറഞ്ഞിട്ട് ഒന്നെങ്കിൽ മാനമാണ് അല്ലെങ്കിൽ മാനവും നാണവും ഉള്ളവർ കുളിച്ച കുളത്തിൽ പോയെന്ന് മുങ്ങുകയെങ്കിലും വേണം. പക്ഷേ ടീച്ചർമാരെ ഏതോ ഇന്നലെ മറ്റൊരു പേപ്പറും ആ കാണും പൈസ അത് കേറിക്കോ 10 ആണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ മതേതരക്കാരനാ പോയി പഠിപ്പും വിദ്യാഭ്യാസം ഞാൻ ചോദിക്കട്ടെ, മലപ്പുറം ജില്ലയുടെ എത്ര മണിയിൽ പവറുള്ള ജില്ല ഏതാന്ന് കേരളത്തിൽ? വരുമാനം വരുമാനം കൂടുതലുള്ള ജില്ല മലപ്പുറം ജില്ല. അതിന് സംശയമില്ലല്ലോ, അതിന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിന് സംശയമില്ല. അതിന് പറഞ്ഞാലും ഉടുത്ത ദൂരെ വർത്താനം നല്ല അസൂയ കൊണ്ട് പറയാം അസൂയ കൊണ്ട് പറയാം കേറ്റി കൊടുക്കല്ലേ ഞാനോട് കാര്യം മലപ്പുറത്തെ കുട്ടികളെ കോപ്പ് അടിച്ചിട്ടാണ് ജയിക്കണെന്ന് പറഞ്ഞാൽ അതിനോട് അനക്കത്തെ യോജിപ്പ്. മുസ്ലിം യുവാക്കളെ തീവ്രവാദി അങ്ങനെ മൂപ്പര് പറഞ്ഞ കാലം ചൂടാവും. അവര് 2020 കേരളം പച്ചയ്ക്ക് ഇതൊക്കെ അന്തല്ല ഈ കളിയാക്കാൻ മാത്രം അച്ഛമാമക്കാരെ ചിരിച്ചിട്ട് അയാളൊറ്റ എന്തായാലും ഞങ്ങൾ ലീഗിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 20 ലീഗിനുണ്ട് 24 മത്സരിച്ചിട്ട്. അപ്പൊ ലീഗ് മെച്ചപ്പെട്ടേക്കാണോ ലീഗ് താമസാണോ?
ഇതിപ്പോ പച്ച താമരുന്നത് അതിന്റെ ഇഷ്ടത്തെ കൊല്ലം കണ്ടില്ലേ അതാണ് താമരുന്നു അതിന് മാത്രം പ്രതിഫലിച്ച് ചെയ്യുന്നല്ലോ. അത് കേരളത്തിൽ അടുത്ത പ്രാവശ്യം നോക്കിയോ ഈ കാര്യങ്ങൾ തവർന്നേക്കാണോ കൊന്തേക്കാണോ ഇപ്പൊ കൊണ്ടിരിക്കാൻ കുറച്ച് കുറച്ചെന്നുള്ളൂ നീക്ക് 12 സീറ്റുള്ള 8 സീറ്റ് ഏറെ കുടിച്ചിട്ടേ അങ്ങനെ CPM എത്ര 42 സീറ്റ് പിടിച്ചില്ലേ CPM കുറിച്ച് പറയാത് ഇപ്പൊ 42 തന്നെ എത്ര സീറ്റ് മത്സരിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇത് പറഞ്ഞത് ഏറ്റവും എത്ര സീറ്റാണ് മറ്റേ പേർക്ക് ആകെ 40 സീറ്റ് ഇട്ടുണ്ട്. അല്ല 68 സീറ്റ് അങ്ങനെ എത്ര സീറ്റാണ് രണ്ടില്ലേ അന്തല്ലാത്ത ആൾക്കാർ നിങ്ങളെന്നല്ലേ അതുകൊണ്ടല്ലേ അന്തല്ലാത്ത ആൾക്കാർ കൂടുതലും സീറ്റ് കിട്ടും. ഉള്ളവരാണ് ഇങ്ങോട്ട് മാറ്റണത് ഇങ്ങോട്ട് ഞങ്ങൾക്ക് ചെയ്യുന്നത് CPM എന്ന് പറയുന്നത് CPM എന്താണ് CPM അത് യാതൊരു സംശയം ഞങ്ങൾ ഇന്ന് വരെ NDF-നെ എതിർത്തിട്ടേ ഉള്ളൂ. ഞങ്ങൾ NDF-കാരെ ഞങ്ങൾ ഇവിടെ NDF-ന്റെ വോട്ട് എങ്ങനെയാണ് എന്റെ പേര് മറ്റേ അച്ചുമാമ പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞു നോക്കാൻ ഇത് നോക്കി ഇപ്പോഴത്തെ എത്ര മെച്ചാ ഞാൻ ചോദിക്കട്ടെ ഇപ്പോഴത്തെ ഒരു മത തീവ്രവാദ പാർട്ടി പറഞ്ഞ പോലെ ഇവരിന്ന് വന്ന് വളർന്നു വരുവേ ഈ NDF താഴ്ന്നില്ലാണ്ട് പോയിന് കൂടുതൽ ഉണ്ടെങ്കിൽ കണ്ടിട്ടുണ്ട് എവിടെ കാണാത്തത് എന്റെ ഇവിടെ ഇന്നലെ കണ്ടത്. ഇവിടുത്തെ ഒരു മത തീവ്രവാദ സംഘടനയുടെ നേതാവ് ഭരണമാര് പറഞ്ഞത് യെസ് ഓർണോ ശശി ടീച്ചർ പറഞ്ഞ അതേ വർത്തമാനം ആണോ അല്ലേ സത്യം തന്നെ പറയണം. ഉണ്ടോ പ്രവർത്തനത്തിന് എതിരായിട്ടാണ് ഇയാൾ പറയുന്നത് എന്തെതിരി ഞാൻ പറഞ്ഞ അച്ചുമാമൻ ഞാൻ പറയുന്നത് ഇല്ല മുസ്ലിം നിങ്ങൾ വലിച്ചുപോട് ഞാൻ കേട്ടിട്ടില്ല അപ്പൊ നിങ്ങൾ ഞാൻ ചന്ദ്രിക എല്ലാ പത്രത്തിലും ഉണ്ട്. മഞ്ചേരി ജില്ലാ പഞ്ചായത്ത് മഞ്ചേരി ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. ജില്ലാ പഞ്ചായത്ത് മഞ്ചേരി ജില്ലാശുപത്രി സൂപ്പറാക്കി ഉണ്ടാക്കിയാണ്. അതിന്റെ ഉദ്ഘാടനം EM ചെയ്യുന്നത് എല്ലാ പത്രത്തിലും മുന്നേ എല്ലാ പത്രത്തിലും ദേശാഭിമാനി നോക്കി ദേശാഭിമാനി നോക്കിയല്ല തെരഞ്ഞ് ആകെ മൂല പ്രാവശ്യം വരെ നമ്മൾ തപ്പിയത്. എന്നിട്ടും ഈ ഒരു ജില്ലാത്തിൽ ഉദ്ഘാടനം ചെയ്തത് ആ പത്രം കണ്ടില്ല. പിന്നെ പറഞ്ഞ കേക്ക് ബംഗാൾ പശ്ചിമ ബംഗാൾ ഇവരെ തോറ്റ് തുന്നം പാടിയപ്പോ എല്ലാ പത്രക്കാരും എഴുതി ബംഗാൾ നിലംപരിച്ചായി ബംഗാള് CPM-ന് കൈവിട്ടു പോയി. അങ്ങനെ എല്ലാ പത്രങ്ങളും ഓരോ മാച്ച് ഇങ്ങനെ കൊടുത്ത് അതിന് ദേശാഭിമാനി പത്രം വായിച്ചപ്പോണ്ട് നീല മെച്ചപ്പെട്ടു. ചെങ്ങന്മാർ ഈ ചക്രവാളത്തിന് മെച്ചപ്പെടുത്ത് നീല മെച്ചപ്പെട്ടു. അല്ല ഞങ്ങളെ MP അല്ലല്ലോ DCAMസ 5 കൊല്ലം വലിയ തോൽപ്പിച്ചാണ്. 5ന്റെ പൈസ MP കൊണ്ടുവന്ന് മഞ്ചേരി ജില്ലാ കോടി മുടക്കിയാണ്ട് EM-ന്റെ വക MP കൊണ്ടുവന്ന് 2.5 കോടി കൊടുത്ത് അങ്ങനെ ഓരോരുത്തരും സ്കൂൾ തലത്തിൽ ഉണ്ടാക്കി. അങ്ങനെ ജനകീയമായിട്ടാണ് ഏ ചെലവഴിക്കും